അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ഞാനിപ്പോ നല്ലൊരു മെറൂൺ കളർ, അതായത് എന്താ പറയാ, ഒരുപാട് മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിമിലർ പാറ്റേൺ ആട്ടോ, സെയിം തന്നെയാണെന്നല്ല, അത് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ട് എനിക്കിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ യോക്ക് മെറ്റീരിയൽ ഇതൊരു പ്യുവർ ഫാബ്രിക്കിലോട്ട് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ്. വെച്ചാൽ ഒരു ഗോൾഡൻ കളർ സെറി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. പിന്നെ ഈ ടോപ്പിന്റെ ഫാബ്രിക് പ്യുവർ ആയിട്ടുള്ള ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇതുപോലെ ഒരു യോക്ക് പോർഷനിൽ കൊടുത്തിട്ട് വി നെക്ക് വെച്ചിട്ട് എന്താ പറയാ, പ്ലീറ്റ്സ് ഉള്ള പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫാബ്രിക് വരുന്നത്. നല്ല മെറൂൺ കളറാണ് കേട്ടോ. അതിനകത്തോട്ട് യോക്ക് ഇതാ ഇതേപോലെ ത്രെഡും ജെറി എല്ലാം വെച്ചിട്ട് ഒരു എംബ്രോയിഡറി പോലെ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ. അപ്പൊ നമുക്ക് രണ്ടും പ്യുവർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. അത് ഞാൻ മുമ്പേ പറയുന്നുണ്ട്. ലെങ്ത് 48 വരുന്നുണ്ട്. എ ലൈൻ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. നല്ല അടിപൊളിയാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാട്ടോ. നല്ല ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മുമ്പ് എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ കിട്ടിയതാണ്. വീനൊക്കെ ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് പാറ്റേൺ വന്നിട്ട് ഇതൊരു നല്ല റാണി പിങ്ക് കളറാണ്. ഇതിന്റെ യോക്കിൽ വെച്ചേക്കുന്നതും പ്യുവർ ആണ്. അപ്പോൾ ബാക്കി ജോർജറ്റിൽ തന്നെ നമുക്ക് വാഷ് ചെയ്താലൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ യോക്ക് മാത്രം നല്ല സ്റ്റീം അയൺ ചെയ്താൽ മതി. ഇതിന്റെ റാണി പിങ്ക് കളർ, ഇതിനോട്ടുള്ള യോക്ക് ഇതേപോലെ ഉണ്ടാവും. ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി വെച്ചിട്ട് ഒരു ബോട്ട് നെക്ക്, റൗണ്ട് നെക്ക് വെച്ചിട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേണും ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് വന്നത് ക്രഷ്ഡ് ഓർഗൻസയാണ്. ഇത് ഭയങ്കര സ്മൂത്ത് ആണ്. ട്രൈ ചെയ്യാത്തവർ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. ഇതിന്റെ യോക്ക് വന്നിട്ട് നമ്മൾ ഇതേപോലെ ഗോൾഡൻ കളറും എല്ലാ കളേഴ്സും ഉണ്ട് ഓൾമോസ്റ്റ്. അതിനകത്തുകൊണ്ട് ഒരു ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി ചെയ്തിട്ട് അവളൊരു വർക്കാണ്. ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. ഒരു ബക്കറ്റ് ഷേപ്പ് യോക്ക് കൊടുത്തിട്ട് നല്ല സൂപ്പർ കളറാണ്. ഒരു ഷൈനിങ് പോലെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പിങ്കും പീച്ചും ഒക്കെ തോന്നും. അപ്പം ഇതും ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ സെയിം തന്നെ സിമിലർ ടോണിലെ ദുപ്പട്ട ഇതിന് പെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാട്ടോ, നല്ല രസം. അതിന്റെ യോക്കും നമ്മൾ ആ കളറും എന്താ പറയാ, സിമ്പിൾ ആണ്, എന്നാൽ നല്ല രസമാണ്. ടോപ്പും ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോൾ ഇനി ദുപ്പട്ട വേണ്ടാന്നുള്ളവർക്ക് ഇതുപോലെ ടോപ്പ് ഓൺലി ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നമുക്കൊരു ഫ്രോക്ക് പോലെയൊക്കെ വെയർ ചെയ്യാം. ബോട്ടം ഇടണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ആംഗിൾ ലെങ്ത് ബോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അത് വെയർ ചെയ്യാം. ഇങ്ങനെ നല്ലൊരു സൂപ്പർ കളറാണ്. ഫാബ്രിക്കും നല്ല ഭംഗിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യും. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കൊരു ഡിഫറെന്റ് പാറ്റേൺ ആയിട്ട് വെയർ ചെയ്യാം. നെക്കൊക്കെ ഇതേപോലെ വെച്ചിട്ട്. ഇനി നിങ്ങൾക്ക് സ്ലീവ് നോർമൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ സ്ലീവ് കയറ്റി വെച്ച വേറൊരു പാറ്റേൺ ആയിട്ടും ഇതുപോലെ ചെയ്യാട്ടോ. നമുക്ക് ഇങ്ങനെ എൻഡിലോട്ട് വേണ്ടാന്നുള്ളതാണെങ്കിൽ ഇതുപോലെ ഒരു ബെൽ സ്ലീവ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല കംഫർട്ടബിൾ ആണ്. ഞാനിത് കാണിച്ചു തരാം വെച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇതാ ഇതുപോലെ നമുക്ക് സ്ലീവ് ഇങ്ങനെ ഒരു മേലോട്ട് കയറ്റി വെച്ച് ഒരു ബെൽ സ്ലീവ് ആയിട്ടും യൂസ് ചെയ്യാം. നോർമൽ സ്ലീവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തുതരാം. അപ്പൊ അത് പറഞ്ഞാൽ മതി. ഓക്കെ, പക്ഷെ നല്ലൊരു ഡിഫറെന്റ് പാറ്റേൺ ആണ്. നെക്കൊക്കെ ഇതേപോലെ റൗണ്ട് ആയിട്ട് പ്ലീറ്റ്സ് വെച്ചിട്ട് 2550 പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഫസ്റ്റ് വേറെ ചെയ്തതും ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.